അപ്പോൾ നമസ്കാരം. നമ്മൾ LDയുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇംഗ്ലീഷാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഐ ആം ഫെമിലിയർ ഡാഷ് ദിസ് ലൊക്കാലിറ്റി. ഓപ്ഷൻസ് ഓഫ്, ഇൻ, വിത്ത്, അറ്റ്. അപ്പോൾ ഓർക്കണം, ഫെമിലിയർ വിത്ത് സംതിങ്ങും ഫെമിലിയർ ടു സംവണ്ണുമാണ്. അപ്പോൾ ഇവിടെ ഫെമിലിയർ വിത്ത് ദിസ് ലൊക്കാലിറ്റി അതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഫെമിലിയർ വിത്ത് ആണ് കറക്റ്റ് ആൻസർ. ഫെമിലിയർ വിത്ത് ദിസ് ലൊക്കാലിറ്റി ആണ് കറക്റ്റ് ആൻസർ വരിക. അപ്പോൾ ഫെമിലിയർ വിത്ത് സംതിങ്ങും ഫെമിലിയർ ടു സംവണ്ണും ആണെന്ന് ഓർക്കണം. ഓക്കെ, അടുത്ത, വിഷ്ണു ഈസ് ദ ഡാഷ് ബോയ് ഇൻ ഹിസ് ക്ലാസ്. ടോൾ, ടോളസ്റ്റ്, ടോളർ, ലോങ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതെന്താണ്, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആണ്. ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിൽ 3 തരത്തിൽ, പോസിറ്റീവ്, കമ്പാരറ്റീവ്, സൂപ്പർലേറ്റീവ്. അതിൽ ഇവിടെ വരുന്നത് സൂപ്പർലേറ്റീവ് ആണ്. കാരണം എന്താണ് സൂപ്പർലേറ്റീവ് വരാൻ കാര്യം എന്താണ്? സൂപ്പർലേറ്റീവിന് മുന്നിൽ എന്ത് ഉപയോഗിക്കും? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കും. ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കും. അതുകൊണ്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും എന്താണ്, ടോളസ്റ്റ് സൂപ്പർലേറ്റീവ് ഫോം ആണ് ഇവിടെ വരിക എന്നുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഡോണ്ട് പ്ലേ അറ്റ് നൈറ്റ് ഈസ് എ ഓർ ആൻ ഡാഷ് സെന്റൻസ്. അപ്പോൾ ടൈപ്സ് ഓഫ് സെന്റൻസസിൽ വരുന്നതാണ്. ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ അസർട്ടീവ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് സെന്റൻസസ്, ഇൻറ്ററോഗേറ്റീവ്സ്, ഇംപെററ്റീവ്സ്, എക്സ്ക്ലമേറ്ററി സെന്റൻസസ്. ഇങ്ങനെ 4 തരം സെന്റൻസസ് ഉണ്ട് ഇംഗ്ലീഷിൽ, നമുക്കറിയാം. ഇവിടെ ഏതായിരിക്കും വരിക എന്നുള്ളതാണ്. അഫർമേറ്റീവ് അല്ല. അഫർമേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്, നോട്ട് ഉണ്ടാവില്ല അഫർമേറ്റീവ് ആണെങ്കിൽ. നോട്ട് ഇവിടെ ഉണ്ടല്ലോ, ഡോണ്ട് തന്നിട്ടുണ്ട്, അപ്പോൾ അഫർമേറ്റീവ് അല്ല. പിന്നെ നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ നെഗറ്റീവ് ആണ് സെന്റൻസ്. പക്ഷേ നമുക്ക് നെഗറ്റീവ് എന്നുള്ള ഓപ്ഷൻ എടുക്കാൻ പറ്റുമോ? നോക്കാം, അടുത്ത ഓപ്ഷൻ നോക്കാം. ഇംപെററ്റീവ് ആണ് അടുത്ത ഓപ്ഷൻ. ഇംപെററ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെർബിൽ തുടങ്ങുന്ന സെന്റൻസസ് ആണ് ഇംപെററ്റീവ് സെന്റൻസസ് എന്ന് പറയുന്നത്. അതായത് വെർബിൽ തുടങ്ങും വേണം, അതിൻ്റെ മീനിങ് എങ്ങനെ വരണം, അതൊരു ഓർഡർ ആയിരിക്കണം, അതല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് ആയിരിക്കണം, അതല്ലെങ്കിൽ ഒരു സജഷൻ ആയിരിക്കണം, അല്ലേ? വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഗിവ് മീ യുവർ ബുക്ക്, അല്ലേ? ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം, ക്ലോസ് ദ ഡോർ, അല്ലേ? ഗോ ടു യുവർ ക്ലാസ്സസ്. ഈ തരത്തിലൊക്കെ, ഇപ്പോൾ ഈ പറഞ്ഞ സെൻറ്റൻസുകളിലൊക്കെ തന്നെ വെർബിലാണ് ആ സെൻറ്റൻസ് തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെയുള്ള സെൻറ്റൻസസിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇംപെററ്റീവ് സെൻറ്റൻസ് എന്ന് പറയാം. അപ്പോൾ അത് ഒരു ആജ്ഞയാവാം, ഒരു അപേക്ഷയാവാം, ഒരു ഉപദേശമാവാം, ഒരു വാണിംഗ് ആവാം, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ടൈപ്പിൽ ഏതെങ്കിലും ഒന്നാണോ ഈ വന്നിരിക്കുന്നത് ഡോണ്ട് പ്ലേ അറ്റ് നൈറ്റ് എന്നുള്ളത്? വെർബിൽ തുടങ്ങിയ ഒരു സെൻറ്റൻസ് ആണ് ഡോണ്ട് പ്ലേ അറ്റ് നൈറ്റ് എന്നുള്ളത്. ഡു നോട്ട് പ്ലേ അറ്റ് നൈറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും അത് എന്ത് തന്നെയാണ്, ഇംപെററ്റീവ് സെൻറ്റൻസ് ആണ് എന്ന് പറയാൻ പറ്റും. ഇൻട്രോഗേറ്റീവ് അല്ല. ഇൻട്രോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻട്രോഗേറ്റീവ്സിന് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. ക്വസ്റ്റ്യൻ മാർക്ക്. ഇൻട്രോഗേറ്റീവ്സിന് എന്തുണ്ടാവും? ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടാൽ നമ്മൾ തിരിച്ചറിയും. ക്വസ്റ്റ്യൻ മാർക്ക് വേണം. ക്വസ്റ്റ്യൻ ടൈപ്പ് സെൻറ്റൻസസ് ആണ് ഇൻട്രോഗേറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ നെഗറ്റീവ് ആയില്ല എന്നുള്ളൊരു സംശയം ഉണ്ടാവും, അല്ലേ? അപ്പോൾ ഇവിടെ ഒന്ന് ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഇവിടെ ഈ അഫർമേറ്റീവ് ആൻഡ് നെഗറ്റീവ് എന്നുള്ളത് രണ്ടും ചേർന്നിട്ട് നമ്മുടെ ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞപ്പോൾ, സെൻറ്റൻസസിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞപ്പോൾ, അതിൽ ആദ്യത്തെ ടൈപ്പ് അസർട്ടീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസ് എന്നുള്ള ആ ഒരു ക്ലാസിഫിക്കേഷൻ്റെ 2 ഭാഗമാണ് അഫർമേറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസസിൻ്റെ നെഗറ്റീവ് അല്ലെങ്കിൽ നോട്ട് ചേർന്നുള്ള സെൻറ്റൻസസ് നെഗറ്റീവും, പോസിറ്റീവ് മീനിങ് ഉള്ള സെൻറ്റൻസസ് അഫർമേറ്റീവുമാണ് എന്നുള്ളതാണ്. അതായത് ഷീ ഈസ് ഗോയിങ് ടു സ്കൂൾ എന്ന് പറയുന്നത് അഫർമേറ്റീവ് സെൻറ്റൻസ് ആണ്, അതിൽ നോട്ടില്ല, പോസിറ്റീവ് മീനിങ് ആണ്. എന്നാൽ ഷീ ഈസ് നോട്ട് ഗോയിങ് ടു സ്കൂൾ എന്ന് പറയുന്നത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്, അതിൽ നോട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നെഗറ്റീവാണ് ഈ നെഗറ്റീവ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ നോട്ട് ഉണ്ടെങ്കിൽ തന്നെയും ഇത് വെർബിൽ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഇംപെററ്റീവ് സെൻറ്റൻസ് ആണ്. ഓക്കെ, ശരി. അടുത്ത ചോദ്യം,
നത്തിങ് വാസ് നോൺ അബൌട്ട് ഹിം. നത്തിങ് വാസ് നോൺ അബൌട്ട് ഹിം അല്ലേ? എന്താണ് ആൻസർ വരിക? ക്വസ്റ്റ്യൻ ടാഗ് ആണ്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ നോക്കേണ്ടത് ക്വസ്റ്റ്യൻ ടാഗിൽ ഓക്സിലറി വെർബ് തന്നിട്ടുണ്ടോ നോക്കുക. ഓക്സിലറി വെർബ് അവിടെ തന്നിട്ടുണ്ട്. ഏതാണ്? വാസ് ആണ് ഓക്സിലറി വെർബ്. ഇനി വാസിനോട് എന്ത് ചേർക്കണോ വേണ്ടയോ എന്നാണ് തീരുമാനിക്കേണ്ടത്. നോട്ട് ചേർക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കണം. അതിന് സെൻറ്റൻസിൽ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ നോട്ട് ഉണ്ടോ അല്ലെങ്കിൽ അത് നെഗറ്റീവ് സെൻറ്റൻസ് ആണോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. നത്തിങ് എന്നുള്ള വാക്കുണ്ട്, അതുകൊണ്ട് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചേർക്കണ്ട? വാസിനോട് നോട്ട് ചേർക്കണ്ട. ഇനി കറക്റ്റ് ആയിട്ടുള്ള പ്രൊനൗൺ എടുക്കുക. സബ്ജക്റ്റിനെ ആപ്റ്റ് ആയിട്ടുള്ള പ്രൊനൗൺ എടുക്കുക. അവിടെ പ്രൊനൗൺ ഏത് തന്നെയാണ് വരിക? ഇറ്റ് തന്നെയാണ് വരിക. സോ ഏത് വരും? വാസ് ഇറ്റ്. ഓപ്ഷൻ എ ആണ് ആൻസർ. വാസ് ഇറ്റ് എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത സെൻറ്റൻസിലേക്ക് പോവാണ്. ഹീസ് ഡാഷ് ഓണസ്റ്റ് മാൻ. ഇവിടെ ഏതാണ് ആൻസർ വരിക? കൃത്യമായിട്ട് നമുക്കറിയാം ആർട്ടിക്കിൾ ചേർക്കാനാണ് അല്ലേ? ഹീസ് ഡാഷ് ഓണസ്റ്റ് മാൻ. വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയാവുന്നതാണ്. ഓണസ്റ്റ് എന്ന വാക്ക് നമ്മൾ പറയുന്ന സമയത്ത് അവിടെ എച്ച് എന്നുള്ളത് സൈലൻ്റ് ആണ്. അതുകൊണ്ട് ഓ എന്ന വവൽ സൗണ്ടിലാണ് ആ വാക്ക് തുടങ്ങുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചേർക്കണം? ആൻ ചേർക്കണം അല്ലേ? ഓ എന്ന വവൽ സൗണ്ട് അവിടെ വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചേർക്കണം? ആൻ ചേർക്കണം. വവൽ സൗണ്ട്സിന് മുന്നേ ആൻ ആണ് ചേർക്കുക എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം. ഹി ഈസ് ആൻ ഓണസ്റ്റ് മാൻ എന്നാണ് വരിക. ഓക്കെ, അടുത്ത ചോദ്യം. യു ക്യാൻ ട്രസ്റ്റ് ഹർ. ഷീ ഡാഷ് നോട്ട് ചീറ്റ് യു. അപ്പോൾ ഇവിടെ എന്ത് വരും ആൻസർ? ആദ്യത്തെ സെൻറ്റൻസ് നോക്കുക. അതിലെന്താണ്? ക്യാൻ എന്ന വാക്ക് വന്നിട്ടുണ്ട് അല്ലേ? ക്യാൻ എന്നുള്ളത് നമുക്കറിയാം. ക്യാൻ ട്രസ്റ്റ് എന്ന വെർബിലെ ക്യാൻ എന്നുള്ളത് മോഡൽ ഓക്സിലറി പ്രസൻറ്റിലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ ധൈര്യമായിട്ട് പറയാൻ പറ്റും ഇപ്പോഴത്തും നമ്മൾ എന്തിനു ഉപയോഗിക്കണം? പ്രസൻറ്റ് ഫോമിലുള്ള ഒരു മോഡൽ ഓക്സിലറി ഉപയോഗിക്കണം. അതുകൊണ്ട് ഇവിടെ പ്രസൻറ്റ് ഫോമിലുള്ളത് ഏതാണ്? വിൽ എന്നുള്ള ഓക്സിലറി വെർബ് അവിടെ ഉണ്ട്. സോ ഷീ വിൽ നോട്ട് ചീറ്റ് യു. യു ക്യാൻ ട്രസ്റ്റ് ഹർ. ഷീ വിൽ നോട്ട് ചീറ്റ് യു. ഓക്കെ, അടുത്തത്. വി ഡാഷ് ഈച്ച് അതർ ഫോർ 5 years. ഓപ്ഷൻസ് ന്യൂ, നോൺ, നോസ്, ഹാവ് നോൺ എന്നാണ്. അപ്പോൾ ഇതിൽ ന്യൂ വരില്ല അല്ലേ? സിമ്പിൾ പാസ്റ്റ് ആണ്, വരില്ല. നോൺ എന്നുള്ളത് എന്താണ്? V3 ആണ്. ഒരു സബ്ജക്റ്റിനോടൊപ്പം നമ്മൾ ഒരിക്കലും എന്ത് ചേർക്കില്ല? V3 ഒറ്റയ്ക്ക് ചേർക്കില്ല. അത് കൃത്യമായിട്ട് നമുക്ക് അറിയാവുന്നതാണ്. പിന്നെ നോസ് എന്നുള്ളത് എന്താ? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള വെർബാണ്. അത് വി എന്നുള്ള സബ്ജക്റ്റിനോടൊപ്പം ചേർക്കില്ല, കാരണം വി പ്ലൂറലാണ്. പിന്നെയുള്ളത് ഹാവ് നോൺ ആണ്. ഹാവ് നോൺ ആണ് ഇവിടെ കൃത്യമായിട്ടുള്ള ആൻസർ. കാരണം വി ഹാവ് നോൺ ഈച്ച് അതർ ഫോർ 5 years എന്നുള്ളതാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം ഇപ്പോഴും അതിൻ്റെ ഇഫക്റ്റ് ഉണ്ടാവണം അല്ലേ? പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഇഫക്റ്റ് പ്രസൻറ്റിൽ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോഴും പരസ്പരം ഞങ്ങൾ അറിയാം എന്നുള്ളൊരർത്ഥം പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നു എന്നുള്ളതാണ്. അടുത്തത്. ഷീ ഡാഷ് സക്സീഡഡ് ഇഫ് ഷീ ഹാഡ് വർക്ക്ഡ് ഹാർഡ്. കണ്ടീഷണൽ സെൻറ്റൻസ് ആണ്, കണ്ടീഷണൽ ക്ലോസ് ആണ്. നമുക്കറിയാം കണ്ടീഷണൽ ക്ലോസിൻ്റെ എത്രാമത്തെ ടൈപ്പാണ്? ഇഫ് ക്ലോസിൻ്റെ 3ാമത്തെ ടൈപ്പാണ്. കാരണം ഷീ ഹാഡ് വർക്ക്ഡ് എന്നവിടെ വന്നിരിക്കുന്നത്. ഷീ ഹാഡ് വർക്ക്ഡ് എന്നുള്ളത് അവിടെ വരുന്ന സമയത്ത് മെയിൻ ക്ലോസിൽ എന്തായിരിക്കണം? വുഡ് ഹാവ് പ്ലസ് V3 ആയിരിക്കണം അല്ലേ? വുഡ് ഹാവ് പ്ലസ് V3 ആയിരിക്കണം വരിക. സോ ഇവിടെ V3 ഇവിടെ ഉണ്ട്, സക്സീഡഡ് എന്നുണ്ട്. ഇനി എന്ത് ചേർത്താൽ മതി? വുഡ് ഹാവ് ചേർത്താൽ മതി. അപ്പോൾ ഇഫ് ക്ലോസിൻ്റെ 3ാമത്തെ ടൈപ്പാണ്. നമുക്കറിയാലോ ഇഫ് ക്ലോസിൽ പ്രസൻറ്റ് ടെൻസ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചേർക്കും? അപ്പുറത്ത് വില്ല്, ഷോള്, ക്യാന്, മേ അല്ലേ? പ്ലസ് V1. ഇതിനോടൊക്കെ V1 ചേർത്ത് ഉപയോഗിക്കും. ഇഫ് ക്ലോസിൻ്റെ 2ാമത്തെ ടൈപ്പ് ആണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? അതായത് ഇഫ് ക്ലോസിൽ പാസ്റ്റ് ടെൻസ് വരികയാണെങ്കിൽ അപ്പുറത്ത് എന്ത് ഉപയോഗിക്കും? വുഡ് പ്ലസ് V1 അല്ലെങ്കിൽ ഷുഡ് പ്ലസ് V1
കുഡ് പ്ലസ് V1, മൈറ്റ് പ്ലസ് V1 എന്നുള്ളത് ഉപയോഗിക്കും. ഇനി മൂന്നാമത്തെ ടൈപ്പിലാണെങ്കിൽ ഇഫ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് വരും. പാസ്റ്റ് പെർഫെക്റ്റ് വരുന്ന സമയത്ത് മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3 ആണ് ഉപയോഗിക്കുക അല്ലേ. വുഡ് ഹാവ് പ്ലസ് V3 ഉപയോഗിക്കും. അങ്ങനെയാണെങ്കിൽ വുഡ് ഹാവ് ആണ് അവിടെ ആൻസർ വരിക. അടുത്തത് ദ മാച്ച് ഡാഷ് ബൈ ദെയർ ടീം. ദ മാച്ച് ഡാഷ് ബൈ ദെയർ ടീം. ഈ ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കുമ്പോൾ അറിയാൻ പറ്റും അല്ലേ. ബൈ ദെയർ ടീം എന്ന് വന്നിട്ടുണ്ട്. സോ ബൈ എന്ന വാക്ക് ചേർത്ത് വന്നിരിക്കുന്നു. അപ്പോൾ പാസീവ് ഫോമിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പാസീവ് ഫോം ഏതാണ് ഓപ്ഷനിൽ? വിന്ന് പാസീവ് ആണോ? അല്ല. ഹാസ് വൺ പാസീവ് ആണോ? അല്ല. ആക്റ്റീവ് ഫോം ആണ് അല്ലേ. പ്രസന്റ് പെർഫെക്റ്റുള്ള ആക്റ്റീവ് ഫോം ആണ്. വൺ എന്ന് പറഞ്ഞിരിക്കുന്നു, പാസീവ് അല്ല, ആക്റ്റീവ് ആണ്, സിമ്പിൾ പാസ്റ്റിലുള്ള ഫോമാണ്. അങ്ങനെയാണെങ്കിൽ പാസീവ് ഫോം എന്ന് പറയുന്നത് ഹാസ് ബീൻ വൺ എന്നുള്ളതേ ഉള്ളൂ അല്ലേ. ഹാസ് ബീൻ വൺ ആണ് ഇവിടെ പാസീവിലുള്ളത്. ഏത് പാസീവാണ്? പ്രസന്റ് പെർഫെക്റ്റ് പാസീവ് ആണ് അല്ലേ. എന്താ പ്രസന്റ് പെർഫെക്റ്റ് പാസീവിന്റെ ഫോം എന്ന് പറയുന്നത്? ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3. അങ്ങനെയാണെങ്കിൽ ഹാസ് ബീൻ വൺ എന്നുള്ളത് തന്നെയാണ് ഇവിടെ ആപ്റ്റായിട്ട് വരിക. ദ മാച്ച് ഹാസ് ബീൻ വൺ ബൈ ദെയർ ടീം എന്നുള്ളതാണ് അവിടെ കൃത്യമായിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. ഓഫ് ദ ടു സിസ്റ്റേഴ്സ് ഗായത്രി ആൻഡ് തീർത്ഥ, ഗായത്രി ഈസ് ഡാഷ് അട്രാക്റ്റീവ്. രണ്ട് കാര്യങ്ങളിൽ ഒന്ന് നല്ലതാണ് മറ്റേതിനേക്കാൾ എന്ന് പറയുമ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? കമ്പാരിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആൻസർ എന്താണ്? മോർ ആണ് അല്ലേ. ഓഫ് ദ ടു സിസ്റ്റേഴ്സ് ഗായത്രി ആൻഡ് തീർത്ഥ, ഗായത്രി ഈസ് മോർ അട്രാക്റ്റീവ്. ഗായത്രി ഈസ് മോർ അട്രാക്റ്റീവ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മളിപ്പോൾ പറഞ്ഞു കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ അടുത്തൊരു ഇംഗ്ലീഷ് പാർട്ടുമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.